അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ആയുർവേദ ഫെസ്റ്റ് നടന്നിരുന്നു. അതായത് ഡിസംബർ 1 മുതൽ ഡിസംബർ 5 വരെ. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒത്തിരി സംഭവങ്ങൾ, ചെറിയൊരു കൊടക്കീഴിൽ എന്ന് പറയുന്ന പോലെ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ എത്തിച്ചേർന്നേക്കുവാണ്. നമുക്കിപ്പോൾ ഫ്രീ ഓഫ് ടിക്കറ്റ് ആണ്. ടിക്കറ്റ് ഒന്നുമില്ല, പൈസ ഒന്നും കൊടുക്കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി അകത്തോട്ട് കയറാം. ആയുർവേദ ഗ്രൂപ്പിന്റെ ഒരു കിയോസ്കാണ്. ഇവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫൈ ചെയ്ത ദ്രവ്യ ആൻഡ് വിൻ ദ ക്യാഷ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഉള്ളത് ഇന്ദുലേഖ. സോമതീരം കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ദുലേഖയുടെ ഒരു കിയോസ്ക് ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഷോപ്സ് മാത്രമേ ഉള്ളൂ, അതോ എന്തും ഇവിടെ കൺസൾട്ടേഷനോ? ഇവിടെ സ്റ്റോളുണ്ട്, കൺസൾട്ടേഷൻ ഉണ്ട്, പക്ഷേ മെഡിസിൻസ് നമുക്ക് ഇവിടെ ഇല്ല, സെയിൽസ് ഇല്ല. പിന്നെന്താ, നമുക്ക് ഇഷ്ടമുള്ള അറിയാമെങ്കിൽ ചൂസ് ചെയ്യാം. അല്ല, ഇത് ജസ്റ്റ് നമ്മുടെ പേറ്റന്റ് മെഡിസിൻസിൻ്റെ ഒരു എക്സിബിഷൻ ഡിസ്പ്ലേ മാത്രമേ. പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്. ഇഫ് നീഡഡ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. അതുപോലെ അപ്പോൾ നമ്മുടെ അടുത്തുള്ള ക്ലിനിക്കിലെ നമ്പർ തരും, അപ്പോൾ അവിടെ പോയി മെഡിസിൻ വാങ്ങാം. ഇവിടെ സെയിലില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ പ്രോഡക്ട്സിൻ്റെ ഒരു ഡെമോ. താങ്ക് യു. അടിപൊളി പല പല ആയുർവേദത്തിൻ്റെ ആൾക്കാരുടെ ഒരു എന്താ പറയുക, നമുക്ക് ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെ തന്നെ കൺസൾട്ടേഷൻ ഉണ്ട്, അതിനുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. പിന്നെ വിദേശികൾ ഇവിടെ വരുന്നു എന്നുള്ളത് മറ്റൊരു അട്രാക്ഷനാണ്. ക്ലിനിക്കുണ്ട്, നോക്ക്, അവിടെ ക്ലിനിക്കുണ്ട് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ, ഇത് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അതേ കുങ്കുമാതി തൈലം നിറമൊക്കെ വയ്ക്കാൻ അടിപൊളിയാണ്. പിന്നെ ഇവിടെ കുറേ ബുക്സൊക്കെ ഉണ്ട്. ആയുർവേദ എക്സ്പാൻഡിങ് ഫ്രം ദിസ് ഈ കാണുന്നതൊക്കെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ആയുർവേദിക് മെഡിസിൻസ് ആണ്. അതുപോലെ വിമൻസ് ഹെൽത്ത്, അങ്ങനെ കുറേ ഇൻഫർമേഷൻ, ഇത്രയും അധികം മെഡിസിൻസ് നമുക്ക് ഓരോ അസുഖത്തിനുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ വന്നിട്ടാണ് കുറച്ചുകൂടെ മനസ്സിലായത്. ഡാബറിൻ്റെ പ്രോഡക്ട്സ്, അലോവേറ ജ്യൂസ്, വന്നിട്ട് കാമ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. കുറേ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. ആയുർവേദ കിറ്റൊക്കെ ഉണ്ടായിരുന്നു. കിറ്റ് ബോക്സസ്, കുറേ പ്രോഡക്ട്സ്. മോളാണ് അവരുണ്ടാക്കിയ ശരി. ഉഴിയുന്ന ഒരു കോൺസെപ്റ്റ്, പിന്നെ ധാര, ഇതുണ്ട് യോഗയുടെ പല, സൂര്യ നമസ്കാരത്തിൻ്റെ പല. ഇതാണ് ശിരോവസ്തു.
ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എല്ലാം മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഒരു ഇത് തന്നെയുണ്ട്. ഡെമോ തന്നെയുണ്ട്. ഡെമോ നമുക്ക് കാണാം. സിറോസിസ് വന്നാൽ ഒരു അരിയുടെ വെറൈറ്റീസ് ആണ്. വളരെ വെറൈറ്റീസ് ഉണ്ട്. ഇല്ലാട്ടോ നാമദേശം കൂട് ഓരോ ഭാഗങ്ങൾ അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു. അതിന് ഫോർമാലിനുള്ള ഇട്ട് വെച്ചിട്ടുണ്ട്. ലങ്സ് ഉള്ളത് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സമയം എടുത്ത് വായിച്ചു നോക്കും. കണിക്കൊന്ന, കൃഷ്ണകിരീടം, വെള്ളില താലി, ബജ്ജി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ ആയുർവേദ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇവിടെ വരച്ചു തരും. ലൈവ് കാരിക്കേച്ചറുണ്ട്. നോൺ പോയിസണസ് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുളിയുടെ ബോൺസായി ഉണ്ടോ? പുളിയുടെ ബോൺസായി ഉണ്ടോ? ഇതും എനിക്ക് തോന്നുന്നു എല്ലാം ആയുർവേദ പ്ലാന്റ്സ് ആയിരിക്കണം. അതിൻ്റെ ഒരു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപയോഗപ്രദമാവുമെന്ന് നമ്മൾ വിചാരിച്ചു. ഫുള്ള് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം അത്രത്തോളം ഉണ്ട്, നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ കുറച്ച് ഫോംസ് നമ്മൾ എന്തായാലും കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് വീണ്ടും കാണാം. അതുവരേക്കും